CPM-നും സർക്കാരിനുമെതിരെ നിരന്തരം ആരോപണം അഴിച്ചുവിടുന്ന PV അൻവറിനു പിന്നിൽ അവിശുദ്ധ ഐക്യമുന്നണിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ SDPI ജമാഅത്തെ ഇസ്ലാമി ആരോപണത്തിനെതിരെ പ്രതികരണവുമായി PV അൻവർ MLAയും രംഗത്തു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന അവിശുദ്ധ മുന്നണിയാണ് അൻവറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഈ അവിശുദ്ധ സഖ്യം ഇടത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന അൻവറിന്റെ പൊതുയോഗത്തിൽ 300 പേരാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ കണക്കുണ്ട്. ഇതിൽ ഒരാൾ 3 വർഷം മുൻപേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗമാണ്. മറ്റൊരാൾ സംഘടനയിൽ നിന്നും പുറത്താക്കിയ DYFI പ്രവർത്തകനും. അല്ലാതെ മറ്റാരും അൻവറിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുകയുണ്ടായി. കോഴിക്കോട് പൊതുസമ്മേളനം നടത്തിയ ശേഷം തൊണ്ടവേദനയായതിനാൽ ഇനി പൊതുസമ്മേളനങ്ങൾ ഇപ്പോഴില്ല എന്നാണ് അൻവർ പറയുന്നത്. അൻവറിനേക്കാൾ വലിയ കരുത്തുള്ളവർ വെല്ലുവിളിച്ചിട്ടും ഒരു കുലുക്കവും സംഭവിക്കാത്ത പാർട്ടിയാണിതെന്ന് ഓർക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ സാമാന്യ ജനങ്ങളെ അണിനിരത്തി നേരിടും. ഈ കാര്യത്തിൽ കോടിയേരി കാണിച്ച മാതൃക പാർട്ടി ഒറ്റക്കെട്ടായി പിന്തുടരുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ ബൂർഷ്വാ പ്രതിപക്ഷത്തിന്റെയും അതുപോലെ മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി പാർട്ടിക്കെതിരായി അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം, മുഖ്യമന്ത്രിക്കെതിരായി ഭരണ സംവിധാനത്തിനെതിരായി കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അൻവർ. അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിന്റെ പിന്നിൽ. ഒന്ന് SDPI ആണ്, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിന്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. ഈ സംഘടനകൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് CPM സമ്മതിച്ചോ? പൊതുയോഗത്തിൽ പങ്കെടുത്ത് വർഗീയവാദികളെന്ന ആരോപണം CPM-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ നേരിൽ കാണും, സാഹചര്യം ബോധ്യപ്പെടുത്തും. തിരക്കിനിടയിൽ നേരത്തെ കാണാൻ കഴിയാതിരുന്നത് തന്റെ ഭാഗത്തെ വീഴ്ചയാണെന്നും PV അൻവർ MLA പറഞ്ഞു. പാലോളി മുഹമ്മദ് കുട്ടി സംശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, പരിശുദ്ധനാണ്. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. പിണറായിയുടെ ഹിന്ദു പത്രത്തിലെ ലേഖനത്തിനെതിരെയും അൻവർ പ്രതികരിച്ചിരുന്നു. മാറുന്ന പിണറായിയുടെ മുഖമാണ് കണ്ടത്. എന്തുകൊണ്ട് മലയാള പത്രങ്ങൾക്ക് നൽകാതെ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകി? മലപ്പുറം ക്രിമിനലുകളുടെ നാടെന്ന സന്ദേശം ഡൽഹിയിൽ എത്തിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. മുസ്ലിം വിരോധം പരസ്യമായി പറയുകയായിരുന്നുവെന്നും PV അൻവർ വിമർശിച്ചിരുന്നു. ഈ ബൂർഷ്വാ പ്രതിപക്ഷത്തിന്റെയും അതുപോലെ മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി പാർട്ടിക്കെതിരായി അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം, മുഖ്യമന്ത്രിക്കെതിരായി ഭരണ സംവിധാനത്തിനെതിരായി കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അൻവർ. അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിന്റെ പിന്നിൽ. ഒന്ന് SDPI ആണ്, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിന്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്.